പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ യാത്ര. കൊട്ടിയൂർ യാത്രയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ എന്ന അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖം ഉത്സവം നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈ കൊട്ടിയൂർ യാത്ര എന്ന ഈ മഴക്കാലത്താണ് സാധാരണ കൊട്ടിയൂരേക്കുള്ള യാത്രയും ഇവിടുത്തെ ഉത്സവങ്ങളും അനുബന്ധ പരിപാടികളൊക്കെ നടക്കുന്നത്. കൊട്ടിയൂർ 2 അമ്പലമുണ്ട്. ഒന്ന് ഇക്കരെ കൊട്ടിയൂരും ഒന്ന് അക്കരെ കൊട്ടിയൂരും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അക്കരെ കൊട്ടിയൂരിലേക്കാണ്. തീർത്ഥാടകർക്കായിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് കച്ചവടക്കാരും എല്ലാം ഉണ്ട്. നല്ലൊരു ആഘോഷത്തിൻ്റെ ഒരു ഫീലാണ് ഇവിടേക്ക് എത്തിച്ചെല്ലുമ്പോൾ. ബാവലിപ്പുഴയുടെ അക്കരെയാണ് അക്കരെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ പുഴ കടന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഫുള്ള് കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ചളിയോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു പുതിയ ഇരുമ്പിൻ്റെ പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലം വഴിയാണ് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. പിന്നെ ബാവലിപ്പുഴയിൽ വലിയൊരു കുത്തൊഴുക്കുള്ള വെള്ളമില്ല. ഇവിടെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഇവരിവിടെ ബണ്ട് കെട്ടി വെള്ളം സൂക്ഷിക്കുക ചെയ്തേക്കുന്നത്. ഇവിടെ ഈ പുഴയിൽ മുങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥനയും പരിപാടികളൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കാണിക്ക ഒരു എമൗണ്ട് ഒക്കെ തോർത്തുണ്ടിൽ കെട്ടിയിട്ടാണ് വരിക. ആ തോർത്ത് കൊടുത്തിട്ടാണ് ഇവിടുന്ന് കുളിക്കുന്നത്, അതായത് പുഴയിൽ മുങ്ങി കുളിക്കുന്നത്. അതിനുശേഷം ആ കാണിക്കുള്ള എമൗണ്ട് നമ്മൾ ഇവിടുത്തെ മണ്ണാരപ്പെട്ടിയിൽ നിക്ഷേപിക്കും. പിന്നെ സ്വതവേ ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ 2 ആനകളെ പോകുന്ന സമയത്ത് കണ്ടു. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ്. നല്ല രസമാട്ടോ. നല്ല ഈ ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രങ്ങൾ സ്വതവേ ഒരു പ്രകൃതിയേരി ഇണങ്ങി നിൽക്കുന്നൊരു കൾച്ചറാണ് ശരിക്കും ശിവക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് പറഞ്ഞാൽ കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും ഒരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേ കോടമഞ്ഞും ആ ഒരു പച്ചപ്പ് വല്ലാതെ തുളുമ്പി നിൽക്കുന്നൊരു സെറ്റപ്പായിരുന്നു. കൂടാതെ ഇവിടുത്തെ ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂരുള്ള ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പന്തലുകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ളൊരു തീർത്ഥാടന യാത്ര ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. കമ്പാരിറ്റീവ്ലി ഭയങ്കര തിരക്ക് കുറവായിരുന്നു. മുൻ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് കേട്ടു. ഇനി പുഴയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഇക്കരെ കൊട്ടിയൂരും കൂടി ഞങ്ങൾ വിസിറ്റ് ചെയ്തു. രാത്രിയാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മടങ്ങി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.